ഇതിപ്പോ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, എന്തിനാ ഇങ്ങനെ ഈ സിമന്റ് ബ്ലോക്സ് വെച്ചത്? ഇതെന്താണ് ഈ ജാക്കിക്ക് ഇതിനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റുള്ള ജാക്കി വെച്ചാൽ എന്തിനാ ഇങ്ങനെ സിമന്റ് ബ്ലോക്സ് പോലെ ഇവിടെ ഇങ്ങനെ വരിഞ്ഞ് കെട്ടിയേക്കുന്നുണ്ട്? എന്തിനാ ഇങ്ങനെ കെട്ടിയേക്കുന്നത്? ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഈ ജാക്കിയൊക്കെ വന്നിട്ട് അതിന്റെ അടിയിൽ കുറച്ച് സിമന്റ് ബ്ലോക്സ് വെച്ചാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്തിനാ ഇങ്ങനെ സിമന്റ് ബ്ലോക്സ് വെച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അതിന്റെ അടിയിൽ തന്നെ നമുക്കൊരു പീസ് വെച്ച് വെൽഡ് ചെയ്താൽ മതിയായിരുന്നു. മറ്റൊന്നുമല്ല, നമുക്കറിയാം ഒരു ചോക്ക് എടുത്തിട്ട് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടും. അതുപോലെ ഇവിടെയും ഈ ഹൈറ്റിനേക്കാൾ കൂടുതൽ വന്നാൽ ഇത് താനെ തന്നെ ബെൻഡായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ഈ ഒരു ഹൈറ്റ് വരെ ഇത് നിർത്തുകയും ബാക്കി സിമന്റ് ബ്ലോക്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ മറ്റൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതിന്റെ സെന്ററിൽ കൂടി ഇങ്ങനെ ഒരു ടൈ ആയിട്ട് കൊടുക്കുന്നത്. ഒരു ഇതുപോലെ കെട്ടിവെക്കും. നിങ്ങൾക്കറിയാം, നമ്മളൊരു ഏണി അല്ലെങ്കിൽ ലാഡർ ഉണ്ടാക്കുമ്പോൾ അതിന്റെ രണ്ട് പൈപ്പുകൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് വളഞ്ഞു പോകും. അതിന്റെ ഇടയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പീസുകൾ വരുമ്പോഴാണ് ഇത് സ്ട്രോങ് ആകുന്നത്. ഇതുപോലെ ഇതിനെ സ്ട്രെങ്തൻ ചെയ്യാനാണ് ഇതുപോലെ ഇതിനെ വലിഞ്ഞു കെട്ടി ഇതിനെ കറക്റ്റ് ആക്കുന്നത്. ഇതും കോൺക്രീറ്റിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്.